കാലിക്കറ്റ് സർവകലാശാല പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി സംഘർഷാവസ്ഥയിലായിരുന്നു. അതിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി പോകുന്നു. വിപിൻ സി വിജയനുണ്ട്. വിപിൻ, ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? അനുജ, അത് സംഘർഷത്തിലേക്ക് ഇപ്പോൾ സംഘർഷത്തിലേക്ക് എത്തുകയാണ് കാര്യങ്ങൾ. കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് KSU നടത്തിയ മാർച്ച് കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് അകത്തേക്ക് കയറാൻ ശ്രമിക്കുകയായിരുന്നു. ഇവിടെയാണ് ഇപ്പോൾ പോലീസിന്റെ ഉന്തും തള്ളും നടക്കുന്നത്. രൂക്ഷമായ വാക്കേറ്റം നടക്കുന്നു. പ്രവർത്തകരും െന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. പോലീസ് ഈ പ്രവർത്തകരെ പിടിച്ചു മാറ്റുന്നതിനുള്ള ശ്രമം നടത്തുകയാണ്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രവർത്തകർ പോലീസിന് നേരെ തിരിഞ്ഞിരിക്കുന്നത്. വീണ്ടും കയറാനുള്ള ശ്രമമാണ് പോലീസ് തടുക്കുന്നത്. ഡി ബ്ലോക്കിലേക്ക് കയറാനുള്ള ശ്രമം പോലീസ് തടുക്കുന്നു. ഇതോടുകൂടിയാണ് പ്രവർത്തകരും പോലീസും തമ്മിലുള്ള ഒരു ചെറിയ സംഘർഷത്തിലേക്ക് ഈ കാര്യങ്ങൾ എത്തുന്നത്. ഇവരെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു എന്നുണ്ടെങ്കിൽ പോലും അതിന് ഒരു പരിധിക്കപ്പുറം കഴിയുന്നില്ല എന്നുള്ളതാണ്. വലിയ പോലീസ് സന്നാഹം തന്നെ അതിരാവിലെ മുതൽ ഇവിടെ ഉണ്ടായിരുന്നു. ഈ സമയത്ത് ആണിപ്പോൾ SFIയുടെ മാർച്ച് വലിയ സംഘർഷത്തിൽ കലാശിച്ചതിന് ശേഷം ഇവിടെ ഒരു സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്നലെ MSFും ഇപ്പോൾ KSU മാർച്ചുമായി എത്തിയിരിക്കുന്നത്. പ്രവർത്തകർ അവിടെ ഇരുന്ന് മുദ്രാവാക്യം വിപിൻ, സമാധാനം പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടാണോ ഈ മാർച്ചും പ്രതിഷേധവും ഒടുവിൽ സംഘർഷത്തിലേക്ക് എത്തുന്നതും? കഴിഞ്ഞ ദിവസം SFIയുടെ മാർച്ച് വലിയ സംഘർഷത്തിൽ കലാശിക്കുകയും ഇവിടുത്തെ ജീവനക്കാരെ മർദ്ദിച്ചു എന്നുള്ള ഗുരുതരമായിട്ടുള്ള പരാതികളും ആരോപണങ്ങളും ാവശ്യപ്പെട്ടാണ് ഇന്നലെ MSFും ഒപ്പം തന്നെ ജീവനക്കാരെ ജോലി ചെയ്യാൻ അനുവദിക്കണമെന്നുള്ള ഒരു മുദ്രാവാക്യം KSUവിന്റേതും അതുതന്നെയായിരുന്നു. കാവ്യവൽക്കരണം അത് BJP CPM ബാന്ധവമാണ്. ഈ ഇരുവരും ചേർന്നുകൊണ്ടുള്ള ഒരു കൂട്ടുകെട്ടാണ് ഇപ്പോഴത്തെ ഈ പ്രശ്നം. ഒപ്പം തന്നെ ജനകീയ വിഷയങ്ങളിൽ നിന്ന് നടക്കുന്നത് എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് KSUവിന്റെ മാർച്ചുള്ളത്. ഇവിടെ ഉപരോധമുണ്ടാകുമെന്നുള്ളതും ഇപ്പോൾ ഈ ഡി ബ്ലോക്കിന് മുന്നിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ് KSUവിന്റെ പ്രവർത്തകർ. വലിയ പോലീസ് സന്നാഹവും നിലയുറപ്പിച്ചിരിക്കുന്നു. അകത്തേക്ക് കയറാനുള്ള ശ്രമമാണ് പോലീസ് തടഞ്ഞി വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രവർത്തകർ KSU പ്രവർത്തകർ അവിടെ കുത്തിയിരുന്ന് മുദ്രാവാക്യം ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം SFI നടത്തിയ പ്രതിഷേധങ്ങൾ, അതിനെ തുടർന്നുണ്ടായ സംഘർഷങ്ങൾ, ഇതെല്ലാം അവസാനിപ്പിച്ച് അവിടെ വിദ്യാഭ്യാസ മേഖലയെ ആകെ തകർക്കുന്ന രീതിയിലേക്ക് ഇത്തരം സംഘർഷങ്ങൾ പോകരുത്, വിദ്യാർത്ഥികളുടെ ഭാവി അനിശ്ചിതത്വത്തിലാക്കരുത് എന്നുള്ള അത്തരത്തിലുള്ള വിമർശനങ്ങളും ആവശ്യങ്ങളൊക്കെ തന്നെ ഉയർന്നു വരുന്നൊരു സമയം കൂടിയാണ്. അപ്പോഴാണ് KSU ഇങ്ങനെ മാർച്ച് നടത്തുന്നത്. അതോടൊപ്പം തന്നെ സർവകലാശാലകളിലെ കാവ്യവൽക്കരണത്തിനെതിരെയും അവരുടെ പ്രതിഷേധം, അതങ്ങനെ ആ പ്രതിഷേധം പുരോഗമിക്കുന്നതിനിടെയാണ് ചെറിയ രീതിയിൽ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയത്. പോലീസ് അവരെ തടയാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അവരവിടെ സമാധാനപരമായി ഇരുന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. വിപിൻ സി വിജയൻ വീണ്ടും ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിപിൻ, ഈ ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ അവർ പറയുന്ന ഒരു പരാതി യാതൊരു പ്രകോപനവുമില്ലാതെ ജലപീരങ്കി പ്രയോഗം ഉണ്ടായി എന്നുള്ളതാണ്. ഇവിടെ പ്രതിഷേധക്കാർക്ക് അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പരാതികളുണ്ടോ? അനുനയ ശ്രമത്തിലാണോ പോലീസ് കൂടുതൽ സമയം വരുന്നത്? ഇപ്പോൾ മുദ്രാവാക്യം വിളികളുമായി ഈ പ്രവർത്തകർ കാലിക്കറ്റ് സർവകലാശാലയുടെ ഡി ബ്ലോക്കിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ഉപരോധിക്കും എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഇതിനകത്തേക്ക് കയറി VC ഉൾപ്പെടെയുള്ളവരെ ഉപരോധിക്കും എന്നുള്ളതിലേക്കൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഇപ്പോൾ MSFന്റെ പ്രതിഷേധമൊക്കെ ഈ സമാന രീതിയിൽ തന്നെ കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് ഉണ്ടായിരുന്നു. SFIയുടെ സമരം വലിയ സംഘർഷത്തിൽ തന്നെ കലാശിക്കുകയും ചെയ്തു. ഇപ്പോൾ MSFന് പുറമെ KSU കൂടി ഇവിടെ പ്രതിഷേധവുമായി എത്തുകയാണ്. പ്രധാനമായും ഈ സർവകലാശാലയിലെ കാവ്യവൽക്കരണത്തിനെതിരെയാണ് ഇവർ പറയുന്നത്. ഒപ്പം തന്നെ ഒരു പ്രകോപനമില്ലാതെ പോലീസ് ഇവരെ നിയന്ത്രിക്കുന്നു, അല്ലെങ്കിൽ പോലീസ് പിടിച്ചുവെക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൂടിയാണ് KSUവിന്റെ ഭാഗത്തു നിന്ന് ഈ പ്രതിഷേധത്തിൽ അവർ പ്രധാനമായും പറയുന്നത്.
വിപിൻ സി വിജയനാണ് കാലിക്കറ്റ് സർവകലാശാലയിലെ ആ പ്രതിഷേധത്തിന്റെ KSUവിന്റെ പ്രതിഷേധത്തിന്റെ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം അശ്വിൻ പാലാഴി കൂടി ചേരുന്നുണ്ട്. ആലപ്പുഴ DMO ഓഫീസിന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അവിടെ വലിയ തോതിൽ ജലപീരങ്കി പ്രയോഗമുണ്ടായി പോലീസിന്റെ ഭാഗത്തു നിന്ന്. ആരോഗ്യമന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം അവിടെ നടന്നത്. കെ മുരളീധരനാണ് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം യാതൊരു പ്രകോപനവും ഇല്ലാതെ ജലപീരങ്കി പ്രയോഗമുണ്ടായി. പോലീസിന്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ ഉണ്ടായി എന്നാണ് ഇപ്പോൾ ഈ പ്രവർത്തകരുടെ ഒരു പരാതി. ഇപ്പോൾ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കുന്ന പ്രവർത്തകരെ നമുക്ക് കാണാം. അവിടെ നിന്ന് അശ്വിൻ പാലാഴി ചേരുന്നുണ്ട്. DMO ഓഫീസിന് മുന്നിൽ നിന്നാണ്. അശ്വിൻ, നേരത്തെ അവർക്ക് വലിയ പരാതി ഉണ്ടായിരുന്നു. ഒരു പ്രകോപനവും ഇല്ലാതെ സമാധാനപരമായി പോകുന്നവർക്കെതിരെ എന്തിനാണ് അവർക്ക് നേരെ ഇങ്ങനെ പോലീസ് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ഉയർന്നിരുന്നു. എന്താണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത്? ഇപ്പോഴും വലിയ പ്രതിഷേധം തുടരുകയാണ് സ്മിത. നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ പ്രകോപനമില്ലാതെ ജലപീരങ്കി പ്രയോഗിച്ചു എന്നുള്ളതാണ് പരാതി. ഈ കെ മുരളീധരൻ ഉദ്ഘാടനം കഴിഞ്ഞ് ഇവിടെ നിന്ന് പോയി പ്രവർത്തകർ ഈ ബാരിക്കേഡിന് അടുത്തേക്ക് നടന്നെടുത്തപ്പോൾ തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ജലപീരങ്കി പ്രയോഗമുണ്ടായി എന്നുള്ളതാണ് ആരോപണം. ഈ ജലപീരങ്കി പ്രയോഗത്തിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ ഒരു ഭിന്നശേഷിക്കാരന് പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തിന് 2 കാലുകളില്ലാത്ത വ്യക്തിയാണ്. അദ്ദേഹം ഈ പരിസരത്തേക്ക് വന്നപ്പോൾ തന്നെ ജലപീരങ്കി അടിച്ച് താഴേക്ക് വീഴുന്ന ഒരു ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹവുമായ ഇപ്പോൾ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ DMO ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന പ്രതിഷേധം തുടരുന്നത്. 3 തവണയാണ് ജലപീരങ്കി പ്രയോഗിച്ചത്. ഇപ്പോഴും ആ സമരം തുടരാൻ തന്നെയാണ് തീരുമാനം. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ DMO ഓഫീസിന് മുന്നിൽ കുത്തിയിരിക്കുന്ന പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലീസിന്റെ ഭാഗത്തു നിന്ന് ശ്രമമുണ്ടാകും. കാരണം ആശുപത്രി പരിസരമാണ്. അധികനേരം ഈ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പോലീസിനും യോജിപ്പില്ല. അതുകൊണ്ട് എത്രയും വേഗം ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണ്. പ്രവർത്തകർ വീണ്ടും ബാരിക്കേഡിനടുത്തേക്ക് നടന്നെടുക്കുന്നുണ്ട്. ബാരിക്കേഡ് മറികടന്ന് അപ്പുറത്തേക്ക് പോകാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഈ ബാരിക്കേഡിന് മറുവശത്താണ് DMO ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബാരിക്കേഡ് തള്ളിമറിച്ച് അത് അപ്പുറത്തേക്ക് പോകാനുള്ള ശ്രമം വീണ്ടും 2ാം ഘട്ടത്തിലും പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. പോലീസ് ബലമായി തന്നെ ഇവരെ തടഞ്ഞു നീക്കാൻ പിടിച്ചു മാറ്റാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. വീണ്ടും ഒരു ജലപീരങ്കി പ്രയോഗത്തിനുള്ള നീക്കങ്ങളിലേക്കാണ് പോകുന്നത്. വീണ്ടും സൈറൻ മുഴക്കിയിട്ടുണ്ട്. അടുത്ത ജലപീരങ്കി പ്രയോഗത്തിലേക്ക് അശ്വിൻ പാലാഴിയാണ് ആലപ്പുഴ DMO ഓഫീസിന് മുന്നിലുള്ള പ്രതിഷേധത്തിന്റെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധത്തിന്റെ